എത്തിക്സ് എന്ന പുതിയ ഒരു ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എത്തിക്സ് ആൾസോ കോൾഡ് മോറൽ ഫിലോസഫി, the discipline concerned with what is morally good and bad and morally right and wrong. എത്തിക്സ് എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും ശരി അല്ലെങ്കിൽ തെറ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ എന്താണ് ശരിയായത്, എന്താണ് തെറ്റായത്, അല്ലെങ്കിൽ എന്താണ് ഗുഡ്, എന്താണ് ബാഡ് എന്നുള്ളത് നമുക്ക് ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ഒരു മോറൽ ഫിലോസഫിയാണ് നമ്മൾ എത്തിക്സ് എന്ന് വിളിക്കുന്നത്. The term is also applied in any system or theory of moral values or principles. ഈ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ടേം എന്ന് പറയുന്നത് എല്ലാ സിസ്റ്റത്തിലും നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈവൻ നമ്മുടെ വർക്കിലാണെന്നുണ്ടെങ്കിൽ അവിടെ എത്തിക്സ് ഫോളോ ചെയ്യുക എന്നാണ് പറയുക. അഥവാ നമ്മൾ എന്ത് ചെയ്യുക, സത്യസന്ധത കാണിക്കുക, അതുപോലെ തന്നെ വിശ്വസ്തത കാണിക്കുക, അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഡാറ്റാസിൽ റെലവൻ്റ് ആയിരിക്കുക, സമയത്തിന് ജോലിയിൽ പ്രവേശിക്കുക, ആവശ്യത്തിന് നമുക്ക് അവകാശപ്പെട്ടത് മാത്രം നമ്മൾ എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എത്തിക്സ് എന്ന് വിളിക്കുന്നത്. അറ്റ് ഇറ്റ് സിംപ്ലസ്റ്റ് എത്തിക്സ് ഈസ് എ സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾ. മോറൽ പ്രിൻസിപ്പിൾസിൻ്റെ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ എത്തിക്സ് എന്ന് പറയുന്നത്. നമുക്കെന്താണ്, വ്യക്തിപരമായിട്ട് ഒരാൾക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ, അത് നമ്മൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഗുണങ്ങളായിരിക്കും. പക്ഷെ കോമൺ ആയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് നല്ലത് എന്ന് പറയും, ചില കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചീത്തത് എന്ന് പറയും. അതിനെയാണ് നമ്മൾ എത്തിക്സ് എന്ന് പറയുന്നത്. ദേ അഫക്റ്റ് ഹൗ പീപ്പിൾ മേക്ക് ഡിസിഷൻ ആൻഡ് ലീഡ് ദെയർ ലൈഫ്സ്. ഇത് പ്രകാരമാണ് ഓരോരുത്തരും തീരുമാനങ്ങൾ എടുക്കുന്നതും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് പീറ്റർ എഫ് ഡ്രക്കർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എത്തിക്സ് ഡീൽസ് വിത്ത് ദ റൈറ്റ് ആക്ഷൻ ഓഫ് എൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയുടെ ശരിയായ പ്രവർത്തനത്തെയാണ് നമ്മൾ എത്തിക്സ് എന്ന് പറയുന്നത്. അത് അയാൾക്ക് ശരിയെന്ന് തോന്നിയത് കൊണ്ടാവും അയാൾ അത് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അയാളുടെ കൺസെപ്റ്റിൽ അതെന്താണ്, ശരിയാണ്. അതിനെയാണ് എത്തിക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സുകളാണ് പറയുന്നത്. ദ കൺസെപ്റ്റ് ഓഫ് എത്തിക്സ് ഡീൽസ് വിത്ത് ഹ്യൂമൻ ബീയിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എത്തിക്സ് എന്ന് പറയുന്നത്. It is a study of a set of systematic knowledge about moral behavior and conduct. So it is social science. ഇതൊരു സോഷ്യൽ സയൻസ് ആണ്. കാരണം എന്താണ്, മോറൽ ബിഹേവിയറുമായി ബന്ധപ്പെട്ട കണ്ടക്റ്റുമായി ബന്ധപ്പെട്ട സിസ്റ്റമാറ്റിക് നോളജിനെയാണ് അതിനെക്കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ എത്തിക്സ് എന്ന് പറയുന്നത്. എത്തിക്സ് സീക്ക് ടു ഡിറ്റർമിൻ ദ നാച്ചർ ഓഫ് norms, ideal or standard and seek to inquire into fitness of a human action to this standard. ഇവിടെ നമ്മൾ ഒരു നോംസും ഐഡിയാസും സ്റ്റാൻഡേർഡും ഒക്കെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനെ കണ്ടെത്തലാണ് നമ്മളിവിടെ എത്തിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ആൻ ഏരിയ ഡീലിംഗ് വിത്ത് മോറൽ ജഡ്ജ്മെൻറ്റ്, റിക്വയർ മോറൽ സ്റ്റാൻഡേർഡ് ബൈ വിച്ച് ടു ജഡ്ജ് ഹ്യൂമൻ കണ്ടക്റ്റ്. നമ്മൾ ഇതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊരു ജഡ്ജ്മെൻറ്റ് നടത്തുകയാണ് ചെയ്യുക. നമ്മളൊരു ഫിസിക്കലായി, ഇൻഡിവിജ്വലായി, നമ്മൾ മെൻ്റലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ജഡ്ജ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, നടത്തുന്നു. ഇതിലൂടെ ഞാൻ ചെയ്തത് ശരിയാണോ, അല്ലെങ്കിൽ അവർ ചെയ്തത് ശരിയാണോ അല്ലയോ എന്നുള്ളതിൻ്റെ ഒരു ജഡ്ജ്മെൻ്റാണ് ഇവിടെ എത്തിക്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എത്തിക്സ് ട്രൈ ടു സെറ്റ് ദ സ്റ്റാൻഡേർഡ് ഫോർ ദി അൾട്ടിമേറ്റ് ആൻഡ് ഓർ ദ ഹയസ്റ്റ് ഗോൾ ഈസ് പെർസ്യൂഡ്. ഇവിടെ എന്താണ്, ഒരു അൾട്ടിമേറ്റ് ഹയസ്റ്റ് ഗോൾസ് നേടിയെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നതാണ് ഇവിടെ എത്തിക്സിൽ നമുക്ക് കാണാൻ സാധിക്കുക. സോ എത്തിക്സ് സെപ്പറേറ്റ് ഗുഡ്സ് ഓർ ബാഡ്, ഓർ റൈറ്റ് ഓർ റോങ്, ഫെയർ ആൻഡ് അൺഫെയർ, മോറൽ ആൻഡ് ഇമ്മോറൽ, പ്രോപ്പർ ആൻഡ് ഇംപ്രോപ്പർ ഹ്യൂമൻ ആക്ഷൻ. മനുഷ്യൻ്റെ പ്രവർത്തികളിൽ ഉണ്ടാവുന്ന പ്രവർത്തികളെ നമ്മൾ ചിലതിനെ ഗുഡ് എന്ന് വിളിക്കും, ചിലത് ബാഡ് ആവും, അല്ലെങ്കിൽ റൈറ്റ് ഓർ റോങ് എന്ന രീതിയിൽ നമ്മൾ അസംഷൻ നടത്താറുണ്ട്. ഫെയർ ഓർ അൺഫെയർ എന്നുള്ള രൂപത്തിൽ അസംഷൻ നടത്താറുണ്ട്. മോറൽ ഓർ ഇമ്മോറൽ എന്നുള്ള രൂപത്തിൽ നമ്മൾ അസംഷൻ നടത്താറുണ്ട്. പ്രോപ്പർ ആൻഡ് ഇംപ്രോപ്പർ എന്നുള്ള രൂപത്തിൽ നമ്മൾ അസംഷൻ നടത്താറുണ്ട്. ഇത് എത്തിക്സ് ബേസ് ചെയ്തിട്ടാണ്, ഈ എത്തിക്സ് ക്രൈറ്റീരിയയായി വെച്ചുകൊണ്ടാണ് ഈ ഒരു അസംഷൻസ് ഒക്കെ നമ്മൾ നടത്തുന്നത്. എത്തിക്സ് ഈസ് അബൌട്ട് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ് ആൻഡ് ലോ ഈസ് അബൌട്ട് വാട്ട് ഈസ് ലോഫുൾ ആൻഡ് വാട്ട് ഈസ് അൺലോഫുൾ. നിയമപ്രകാരം നോക്കുകയാണെങ്കിൽ നമ്മൾ എത്തിക്സ് അല്ല നോക്കുക, അവിടെ ലോ ആണ് നോക്കുക.
അപ്പോൾ നമ്മൾ നിയമപ്രകാരം ഈ ചെയ്ത കാര്യം തെറ്റാണോ ശരിയാണോ, അപ്പോൾ നമ്മൾ ലോഫുൾ ആണ് അല്ലെങ്കിൽ അൺലോഫുൾ ആണ് എന്ന് പറയും. എന്നാൽ എത്തിക്സിലൂടെ നോക്കുകയാണെങ്കിൽ ചെയ്തത് തെറ്റാണ് ശരിയാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ആ ചെയ്തത് തെറ്റാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ അത് അൺലോഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാവണം എന്നില്ല. അതാണ് എത്തിക്സും ലോയും തമ്മിലുള്ള മാറ്റം പറയുന്നത്. എത്തിക്സ് ആൻഡ് മൊറാലിറ്റി. മൊറൽ ആർ the social, cultural and religious beliefs or values of an individual or groups which tell us what is right or wrong. ഒരു വ്യക്തിയുടെ പേഴ്സണൽ ജീവിതത്തിലുള്ള അയാളുടെ സോഷ്യൽ ആയിട്ടുള്ള, കൾച്ചറൽ ആയിട്ടുള്ള, റിലീജിയസ് ആയിട്ടുള്ള ബിലീഫ്സും വാല്യൂസും ഒക്കെയാണ് നമ്മൾ മൊറാലിറ്റി കൊണ്ട് അല്ലെങ്കിൽ മൊറൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ അയാൾക്ക് ഓരോരുത്തർ ശരിയുണ്ടാവും, ചിലർക്ക് തെറ്റുണ്ടാവും. അപ്പോൾ ചില മതവിശ്വാസികളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുണ്ടായിരിക്കും, ചില കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നുള്ളത് വിശ്വാസങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അത് അവരുടെ വിശ്വാസപ്രകാരം അതെന്താണ്, അത് റൈറ്റ് ഓർ റോങ് ആയിരിക്കും. അതാണ് മൊറാൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദേ ആർ ദ റൂൾസ് ആൻഡ് സ്റ്റാൻഡേർഡ് മെയ്ഡ് ബൈ ദ സൊസൈറ്റി ഓർ കൾച്ചർ വിച്ച് ഈസ് to be followed by us while deciding what is right. Some moral principles are: do not cheat, be loyal, be patient, always tell the truth, be generous. What is morally correct may not be objectively correct. ഇവിടെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു മൊറാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ മറ്റൊരാളെ ചതിക്കാൻ പാടില്ല, നല്ല രൂപത്തിൽ പെരുമാറണം, ക്ഷമയുണ്ടായിരിക്കണം, എല്ലായ്പ്പോഴും സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ മൊറാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ടാവുന്ന എത്തിക്സ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എത്തിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിലോസഫി ദാറ്റ് ഡീൽസ് വിത്ത് പ്രിൻസിപ്പിൾസ് ഓഫ് കണ്ടക്ട് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ്. എത്തിക്സ് എന്ന് പറയുന്നതാണ് ഫിലോസഫിയുടെ ഒരു ബ്രാഞ്ചായിട്ട് നമുക്ക് കണക്കാക്കാൻ വേണ്ടി സാധിക്കും. അതിലെന്താണ് നമുക്ക് കാണാൻ സാധിക്കുക, പ്രിൻസിപ്പിൾസ് ഓഫ് കണ്ടക്ട് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ്സ്. ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലോ അവർ ചെയ്യുന്ന പ്രവർത്തികളുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾസ് ആണ് നമുക്ക് എത്തിക്സ് ആയിട്ട് കാണാൻ സാധിക്കുക. അത് കുറച്ച് പ്രിൻസിപ്പിൾസിനെയാണ് നമ്മൾ എത്തിക്സ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് വർക്ക് ആസ് എ ഗൈഡിങ് പ്രിൻസിപ്പിൾ ആസ് എ ഡിസൈഡ് വാട്ട് ഈസ് ഗുഡ് ഓർ ബാഡ്. ഇവിടെ എന്താണ്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ഗൈഡൻസ് ആയിട്ട് എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിക്സ് നമ്മൾ ഫോം ചെയ്യുന്നത്. ദേ ആർ ദ സ്റ്റാൻഡേർഡ് വിച്ച് ഗവേൺ ദ ലൈഫ് ഓഫ് എ പേഴ്സൺ. ഒരു വ്യക്തിയുടെ ജീവിതം അയാൾ പ്രവർത്തനങ്ങളൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് മുമ്പ് അയാൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്റ്റാൻഡേർഡ് നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രിൻസിപ്പിൾസ് നോക്കിക്കൊണ്ട് അയാൾക്ക് തെറ്റെന്താണ് ശരി എന്താണ് എന്നുള്ളത് നോക്കി അയാൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി സാധിക്കും. എത്തിക്സ് ഓൾസോ known as moral philosophy. moral philosophy എന്നും എത്തിക്സിനെ പറയാറുണ്ട്. some ethical principles are truthfulness, honesty, loyalty, respect, fairness, integrity. ഇതൊക്കെ എന്താണ് നമ്മൾ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ആയിട്ട് പറയുന്നതാണ്. സത്യസന്ധത, അതുപോലെ തന്നെ റെസ്പെക്റ്റ്, മറ്റുള്ളവരെ ബഹുമാനിക്കുക, ഇൻറ്റഗ്രിറ്റി, പരസ്പര സ്നേഹത്തോടു കൂടി പെരുമാറുക, അതുപോലെ തന്നെ നിഷ്കളങ്കത, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത് ഒരു എത്തിക്സ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അടുത്തതാണ് മോറൽ സ്റ്റാൻഡേർഡ്സ്. മോറൽ സ്റ്റാൻഡേർഡ് റെഫേഴ്സ് ടു ദ നോംസ് വിച്ച് വി ഹാവ് അബൌട്ട് ദ ടൈപ്സ് ഓഫ് ആക്ഷൻ വിച്ച് വി ബിലീവ് ടു ബി മോറലി ആക്സെപ്റ്റബിൾ ആൻഡ് മോറലി അൺആക്സെപ്റ്റബിൾ. ഇവിടെ മോറൽ സ്റ്റാൻഡേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറച്ച് നോംസുകളെയാണ് നമ്മൾ മോറൽ സ്റ്റാൻഡേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ടൈപ്സ് ഓഫ് ആക്ഷൻ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, അത് ആക്സെപ്റ്റബിൾ ആണോ അല്ലയോ എന്നുള്ളത്, അല്ലെങ്കിൽ അത് അൺആക്സെപ്റ്റബിൾ ആണോ എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ആ ഒരു സ്റ്റാൻഡേർഡിനെയാണ് നമ്മൾ മോറൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. വി ബിലീവ് specifically moral standard deals with matters which can either seriously harm or seriously benefit to human being. ഈ മോറൽ സ്റ്റാൻഡേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ചിലപ്പോൾ അത് മനുഷ്യന് ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, ദോഷകരമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ അത് ബെനിഫിറ്റായി വരുന്നതും ആവാം. അതാണ് മോറൽ സ്റ്റാൻഡേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് by an act of law
or the government legislator. ഈ ഒരു മോറൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എന്താണ്, ആക്ട് ലോയിലൂടെ ഉണ്ടാവുന്നതാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ് ഭരണഘടനയിലൂടെ ഉണ്ടാക്കുന്ന ഒന്നാണ് മോറൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇംപാർഷ്യൽ കൺസിഡറേഷൻ. ഇത് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇംപാർഷ്യൽ ആയിട്ടുള്ള വിവേചനമില്ലാത്ത രൂപത്തിലാണ് ഈ ഒരു മോറൽ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. സൊസൈറ്റി അസോസിയേറ്റ് മോറൽ സ്റ്റാൻഡേർഡ് വിത്ത് സ്പെഷ്യൽ ഇമോഷൻസ്. ഇവിടെ എന്ത് ചെയ്യുന്നത്, സ്പെഷ്യൽ ഇമോഷൻസ് പരിഗണിച്ചുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ മോറൽ സ്റ്റാൻഡേർഡ് ഫോം ചെയ്യുന്നത്. ദേ ഒക്കുപ്പൈ ഹയർ ഗ്രൗണ്ട് ആൻഡ് ഷുഡ് ടേക്ക് പ്രസിഡൻസ് ഓവർ അതർ വാല്യൂ ഇൻക്ലൂഡിങ് സെൽഫ് ഇൻട്രസ്റ്റ്. ഇവിടെ സെൽഫ് ഇൻട്രസ്റ്റ് എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയുള്ള മോറൽ സ്റ്റാൻഡേർഡുകൾ ഫോം ചെയ്യാറ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് എത്തിക്സ്. എത്തിക്സിൻ്റെ ഒബ്ജക്റ്റീവ്സുകളാണ് ഇനി പറയുന്നത്. മെയിൻ ഒബ്ജക്റ്റീവ്സ് ഈസ് to define greater good of man and establish a standard for the same. ഇവിടെ എന്താണ്, ഗ്രേറ്റസ്റ്റ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് മാൻ ഇവിടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഇതിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ നമ്മളെങ്ങനെ അസസ് ചെയ്യാൻ നമുക്ക് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. സെറ്റ് ഓർ എസ്റ്റാബ്ലിഷ് മോറൽ സ്റ്റാൻഡേർഡ് ഓഫ് ബിഹേവിയർ. മോറൽ സ്റ്റാൻഡേർഡ് ഓഫ് ബിഹേവിയർ നമുക്ക് ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സജസ്റ്റ് മോറൽ ബിഹേവിയർ. നമുക്കൊരാൾക്ക് എങ്ങനെയാണ് ഒരു മോറലായിട്ട് അല്ലെങ്കിൽ മോറൽ ബിഹേവിയർ ഏതാണ് എന്നുള്ളത്, അല്ലെങ്കിൽ മാതൃകാപരമായിട്ടുള്ള പെരുമാറ്റം ഏതാണ് എന്നുള്ളത് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ടു ഇവാലുവേറ്റ് പാസ്റ്റ് ബിഹേവിയർ അഗൈൻസ്റ്റ് സ്റ്റാൻഡേർഡ് ആൻഡ് നോംസ്. അതുപോലെ തന്നെ നമുക്ക് മുമ്പുണ്ടായിരുന്ന പെരുമാറ്റവും ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന സ്റ്റാൻഡേർഡും നോംസും നമുക്ക് പരിഗണിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ഇവാലുവേഷൻ നടത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അടുത്തതാണ് ബ്രാഞ്ചസ് ഓഫ് ഓർ ടൈപ്സ് ഓഫ് എത്തിക്സ്. വേരിയസ് ബ്രാഞ്ചസ് ഓഫ് എത്തിക്സ് ആർ ആസ് ഫോളോസ്. മെറ്റാ എത്തിക്സ് ഡീൽസ് വിത്ത് ദ നാച്ചർ ഓഫ് മോറൽ ജഡ്ജ്മെൻറ്റ്. മോറൽ ജഡ്ജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മെറ്റാ എത്തിക്സുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇറ്റ് ലുക്ക് അറ്റ് ദ ഒറിജിൻ ആൻഡ് മീനിങ് ഓഫ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ്. അടുത്തതാണ് നോർമാറ്റീവ് എത്തിക്സ്. ഈസ് കൺസേൺഡ് വിത്ത് ദ കണ്ടന്റ് ഓഫ് മോറൽ ജഡ്ജ്മെൻറ്റ് ആൻഡ് ദ ക്രൈറ്റീരിയ ഫോർ വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്. വാട്ട് ഈസ് റൈറ്റ്, എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ജഡ്ജ്മെൻ്റ് ആണ് നോർമാറ്റീവ് എത്തിക്സിൽ വരുന്നത്. മറ്റൊന്നാണ് അപ്ലൈഡ് എത്തിക്സ്. ലുക്ക് അറ്റ് ദ കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്സ് ലൈക്ക് വാർ, ആനിമൽ റൈറ്റ് ആൻഡ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്. മറ്റൊന്നാണ് അപ്ലൈഡ് എത്തിക്സ് ആണ്. അഥവാ വാർ, ആനിമൽ റൈറ്റ്, ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എത്തിക്സുകളെയാണ് നമ്മൾ അപ്ലൈഡ് എത്തിക്സ് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് മോറൽ എത്തിക്സ്. ഈ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആസ് എ സീക്വൻസ് ഓഫ് ബിലീഫ്സ് അബൌട്ട് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്. ഇവിടെ ഹ്യൂമൻ ബിഹേവിയറുമായി ബന്ധപ്പെട്ട എത്തിക്സ് ആണ് മോറൽ എത്തിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ എത്തിക്സ്. Personal ethics refers to the ethics that a person identify with in respect to people and situation that they deals with everyday life. ഒരു വ്യക്തിയുടെ ഡേ ടു ഡേ ജീവിതത്തിൽ ഉണ്ടാകുന്ന സിറ്റുവേഷൻ, ആ സിറ്റുവേഷനിൽ അയാൾ ഫോളോ ചെയ്യുന്ന എത്തിക്സിനെയാണ് നമ്മൾ പേഴ്സണൽ എത്തിക്സ് എന്ന് പറയുന്നത്. പ്രൊഫഷണൽ എത്തിക്സ് റെഫേഴ്സ് ടു ദ എത്തിക്സ് ദാറ്റ് എ പേഴ്സൺ മസ്റ്റ് adhere to in respect of their interaction and business dealings in their professional life. പ്രൊഫഷണൽ ലൈഫിൽ അയാളുടെ ജോലിയിൽ, അയാളുടെ തൊഴിലിൽ അയാൾ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ തൊഴിൽപരമായിട്ട് അയാൾ ഫോളോ ചെയ്യുന്ന എത്തിക്സുകളെയാണ് നമ്മൾ പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് തിയറി ഓഫ് എത്തിക്സ്. തിയറീസ് ആർ എ സെറ്റ് ഓഫ് അസംഷൻസ്, പ്രൊപ്പോസിഷൻസ് ഓർ ആക്സെപ്റ്റഡ് ഫാക്ട് ദാറ്റ് അറ്റംപ്റ്റ് ടു പ്രൊവൈഡ് plausible or rational explanation of cause and effect relationship among two group of observed phenomena. English word theory was derived from the ancient Greek philosophy theories. Theory is a set of principles thoughtfully devised to explain a group of fact or phenomena. ഇവിടെ തിയറി ഓഫ് എത്തിക്സ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് തിയറി ആണ് എന്നുണ്ടെങ്കിലും അതിൽ അസംഷൻസും പ്രൊപ്പോസിഷൻസും അതുപോലെ തന്നെ ആക്സെപ്റ്റഡ് ഫാക്റ്റുകളെല്ലാം അടങ്ങിയിട്ടുള്ള ഒന്നാണ് തിയറി എന്ന് പറയുന്നത്. അതിൽ ഈ രൂപത്തിലുള്ള എത്തിക്സുകളെല്ലാം അടങ്ങിയിട്ടുള്ള ഒന്നായിരിക്കും തിയറീസ് വരുന്നത്. റെലവൻസ് ഓഫ് തിയറി ഓഫ് ബിസിനസ് എത്തിക്സ്. ബിസിനസ് എത്തിക്സിൻ്റെ തിയറിയുടെ റെലവൻസ് എന്തൊക്കെയാണ്? ടു പ്രൊവൈഡ് ആസ് എ ഫ്രെയിംവർക്ക് ഫോർ മോറൽ ഡിസിഷൻ ആൻഡ് ഫോർ അസസിങ് ദെയർ റൈറ്റ്നെസ് ഓർ റോങ്നെസ്.
സ്ഥാപനത്തിനുള്ളിലുണ്ടാവുന്ന പ്രവർത്തനങ്ങളിൽ റൈറ്റ്നെസ് ഏതാണ്, റോങ്നെസ് ഏതാണ് എന്നുള്ളത് അസസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ സാധിക്കുന്നുണ്ട്. ടു സേവ് ആൻഡ് ഗാർഡ് ബിസിനസ് ഇൻട്രസ്റ്റ്, ബിസിനസ്സിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ടു അക്കംപ്ലിഷ് ദ എക്സ്പെക്ടേഷൻ ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ടു ദ മാക്സിമം പോസിബിൾ എക്സ്റ്റെൻറ്റ്. ഇവിടെ നമുക്ക് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ അല്ലെങ്കിൽ സ്ഥാപനവുമായിട്ട് താല്പര്യം കാണിക്കുന്ന ആളുകൾ, അതാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ താല്പര്യങ്ങൾ നമുക്കിവിടെ സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. മറ്റൊന്നാണ് to thwart damage and harm to society due to the operations of the business. ഇവിടെ നമുക്ക് സമൂഹത്തിന് ഹാംഫുൾ ആവുന്ന അല്ലെങ്കിൽ ഡാമേജ് സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്കിവിടെ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ടു കോൺട്രിബ്യൂട്ട് ദ വെൽ ബീയിങ് ഓഫ് ദി സൊസൈറ്റി ബൈ ഡിസ്ചാർജിങ് ദ ബെനവലൻറ്റ് ആൻഡ് സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസ്. ഇവിടെ നമുക്ക് എന്താണ് സോഷ്യൽ ഡിസ്ചാർജിങ്ങും ബെനവലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസ് നമുക്ക് ഇത് ഉപയോഗപ്പെടുന്നുണ്ട്. അടുത്തതാണ് ടൈപ്സ് ഓഫ് ടെലിയോളജിക്കൽ എത്തിക്കൽ തിയറീസ്. These theories are concerned with the consequences of actions, which means the basic standard for our action being morally right or wrong depends good or evil generated. The types are as follows. ഇവിടെ നമുക്ക് ഒരുപാട് തിയറീസ് ആണ് പറയാൻ പോകുന്നത്. എത്തിക്കൽ ഈഗോയിസം. The ethical egoism is teleological theory that posits an action is good if it is produce or is likely to produce a result that maximize a person's self-interest as defined by him even at the expense of others. Ethical egoism കൊണ്ട് ഉദ്ദേശിക്കുന്നത് action is good if it is produces or is likely to produce result to maximize person's self-interest as defined by him even at the expense of the others. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്ന തരത്തിൽ മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തം താല്പര്യങ്ങളായി മാറ്റാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രവർത്തനങ്ങളാണ് എത്തിക്കൽ ഈഗോയിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് യൂട്ടിലിറ്റേറിയനിസം. Utilitarianism theory hold that an action is good if it result in maximum satisfaction for large numbers of people who are likely to get affected by the action. Utilitarian theory hold that an action is good if it result in maximum satisfaction. ഇവിടെ നമുക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന തരത്തിലുള്ള ഒരു തിയറിയാണ് യൂട്ടിലിറ്റേറിയൻ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ ലാർജ് നമ്പേഴ്സ് ഓഫ് പീപ്പിൾ ഹു ആർ ലൈക്ലി ടു ഗെറ്റ് അഫക്റ്റഡ് ബൈ ദ ആക്ഷൻ. ഈ ഒരു ആക്ഷൻ കൊണ്ട് ഒരുപാട് ആളുകളിലേക്ക് ഈ ഒരു റിസൾട്ട് എത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അടുത്തതാണ് eudaimonism. Eudaimonism is a teleological theory which posits that an action is good if it is result in fulfillment of goal along with the welfare of the human being. ഇവിടെ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ വെൽഫെയർ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു തിയറിയാണ് ഇവിടെ eudaimonism തിയറി ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നാണ് തിയറി ഓഫ് വെർച്യു എത്തിക്സ്. The virtue ethics theory hold that ethical value of an individual is determined by his character. ഒരു വ്യക്തിയുടെ ക്യാരക്ടർ വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു എത്തിക്കൽ വാല്യൂ, ഒരു വ്യക്തിയുടെ എത്തിക്കൽ വാല്യൂ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. Virtue that he lists in his Nicomachean ethics are courage, temperance, liberality, magnificence, magnanimity, patience, truthfulness, wittiness, friendliness, shame, justice പോലെയുള്ള കാര്യങ്ങളാണ് ഇവിടെ വെർച്യു ഓഫ് എത്തിക്സിൽ പറയുന്നത്. അപ്പോൾ ധൈര്യം, അതുപോലെ തന്നെ ആത്മനിയന്ത്രണം ഉണ്ടാക്കിയെടുക്കുക, അതുപോലെ തന്നെ ക്ഷമ ഉണ്ടായിരിക്കുക, അതുപോലെ തന്നെ സത്യസന്ധതയോടുകൂടി പെരുമാറുക, അതുപോലെ തന്നെ ഫ്രണ്ട്ലിനെസ് ഉണ്ടാവുക,
നീതി ഉണ്ടായിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് തിയറി ഓഫ് വെർച്യൂ ഓഫ് എത്തിക്സിൽ പറയുന്നത്. സ്ട്രെങ്ത് ഓഫ് വെർച്യൂ എത്തിക്സ്. Character traits. Virtue ethics deals with a person's virtues and how he or she uses them in making the lives of other people better. ഇവിടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മറ്റൊരു വ്യക്തിയുടെ ക്യാരക്ടർ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയുള്ള മറ്റു ഒരു വ്യക്തിയുടെ ക്യാരക്ടർ കൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പീപ്പിൾസ് ബെറ്ററായിട്ട് മാറാറുണ്ട്. അതാണ് ക്യാരക്ടർ ട്രൈറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബെറ്റർ പീപ്പിൾ. വിർച്യൂ സച്ച് ആസ് ജനറോസിറ്റി, ഹോണസ്റ്റി, കമ്പാഷൻ, ഫ്രണ്ട്ലിനെസ്, assertiveness and he like are already present in people and should be practiced in every day in life. മറ്റൊന്നാണ് ബെറ്റർ പീപ്പിൾ. ഇവിടെ എന്താണ്, ഓരോ വ്യക്തിയുടെയും അതായത് ഫ്രണ്ട്ലിനെസ്, അതുപോലെ തന്നെ കമ്പാഷൻ, ഹോണസ്റ്റി, ജനറോസിറ്റി പോലെയുള്ള പോയിന്റ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഓരോ സ്വഭാവങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റൊരു വ്യക്തിയെ ഡേ ടു ഡേ ലൈഫിൽ മാറ്റങ്ങൾ വരുത്താറുണ്ട്. ബ്രോഡ് ആൻഡ് ഹോളിസ്റ്റിക്. ഹാവിംഗ് നോ പർട്ടിക്കുലർ ക്രൈറ്റീരിയ, വിർച്യൂ എത്തിക്സ് എൻകോംപസസ് ഡിഫറെൻറ്റ് വിർച്യൂ വിച്ച് ആർ ഇമ്പോർട്ടൻറ്റ് ലൈവ് ഇൻ ഹാർമണി വിത്ത് അതർ പീപ്പിൾ. അടുത്തതാണ് ഏജൻറ്റ് സെൻറ്റേർഡ്. അനദർ പവർഫുൾ അട്രിബ്യൂട്ട് ഓഫ് വിർച്യൂ എത്തിക്സ് ഈസ് ഇറ്റ്സ് സെൻറ്റേർഡ് ഓർ ഫോക്കസസ് ഓൺ ദ ക്യാരക്ടർ ഓഫ് moral agent and not concerned on consequences and duty or obligations. Sense of community. Sense of community. Virtue ethics motivate an individual to have high regard to personal relationship and encourage or motivate a person to be sensitive of others and take care of other people. Next, preservation of goodness. According to Calicut, people can be easily corrupted with power and luxury which can impede liberty. Weakness of virtue ethics. Without focus. Critics of virtue ethics say that this theory lack focus when it come to determine the types of actions that are morally acceptable and permitted from the ones that should be avoided. It is also considered to be not action guiding. ഫോക്കസ് ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഒന്നാമത്തെ വീക്ക്നെസ് ആയി പറയുന്നത്. നാച്ചർ ഓഫ് വെർച്യൂസ്. അനദർ വീക്ക്നെസ് അട്രിബ്യൂട്ട് ടു വെർച്യൂ എത്തിക്സ് ഈസ് ഡിഫിക്കൽട്ടി ഇൻ ഡിറ്റർമിനിങ് ദ നാച്ചർ ഈഫ് വെർച്യൂസ്. വ്യത്യസ്ത തരത്തിലുള്ള വെർച്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു ബാരിയർ ആയിട്ട് വീക്ക്നെസ് ആയിട്ട് പറയുന്നുണ്ട്. സെൽഫ് സെൻറ്റേർഡ്നെസ്. അക്കോർഡിംഗ് ടു ഒപ്പോണന്റ് of virtue ethics, it deals with a person's own character when it is supposed to be how the actions of an individual affect the other people. സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള രീതിയിലുള്ള പെരുമാറ്റങ്ങൾ മറ്റൊരു വീക്ക്നെസ് ആയി വരുന്നുണ്ട്. മിസ്ഗൈഡൻസ്. ദോസ് ഹു ആർ നോട്ട് ഇൻ എ ഫേവർ ഓഫ് വെർച്യൂ എത്തിക്സ് ഫൈൻഡ് ദിസ് തിയറി ടു ബി മിസ്ഗൈഡിങ് when it is come to education or motivating the people. മിസ്ഗൈഡൻസും ഇതുപോലെ എന്താണ് ഒരു വീക്ക്നെസ് ആയിട്ട് വരുന്നുണ്ട്. ലിമിറ്റഡ്. സിൻസ് വെർച്യൂ എത്തിക്സ് കോൺസെൻട്രേറ്റ് on only the limited numbers of virtue is not able to help the population but only an individual. ഇവിടെ എന്താണ്, വ്യക്തികളിൽ ലിമിറ്റഡ് ആയിട്ടുള്ള വെർച്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് വരുന്നുണ്ട്. അടുത്തതാണ് deontological theories. Deontological theories in philosophy, ethical theory that place special emphasis on the relationship between the duty and the morality of human action. ഇവിടെ എന്താണ്, ഡ്യൂട്ടിയും അതുപോലെ ഹ്യൂമൻ ആക്ഷനിൽ ഉണ്ടാവുന്ന ഡ്യൂട്ടിയും അതുപോലെ മൊറാലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇവിടെ ഡിയോണ്ടോളജിക്കൽ തിയറീസിൽ പറയുന്നത്. ദ ടേം ഡിയോണ്ടോളജിക്കൽ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ഗ്രീക്ക് ഡിയോൺ, ഡ്യൂട്ടി ആൻഡ് ലോഗോസ് ആൻഡ് സയൻസ്. ഈ ടേമുകളാണ് ഇവിടെ, ഡ്യൂട്ടി എന്നുള്ള ടേമാണ് ഡിയോണ്ടോളജി എന്നതുകൊണ്ട് ഗ്രീക്കിൽ ഉദ്ദേശിക്കുന്നത്. Deontological based on duty ethics are concerned with what people do not with the consequence of their actions. Do the right things,
do it because it is right things to do. Don't do wrong things. Avoid them because they are wrong. Next one, types of deontological theory. Duty theory. Duty theory explain the discharging of duties and obligation beyond the normal limit. നോർമൽ ലിമിറ്റിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യുക, ഇവിടെ ഡ്യൂട്ടീസും ഒബ്ലിഗേഷൻസും ഡിസ്ചാർജ് ചെയ്യുക. അതാണ് ഡ്യൂട്ടീസ് തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സച്ച് ഡ്യൂട്ടി തിയറി ഈസ് കോൾഡ് സബ്രോഗേഷൻ എന്നും ഇവിടെ ഈ ഒരു ഡ്യൂട്ടി തിയറിയെ വിളിക്കാറുണ്ട്. ക്ലാസിഫൈഡ് ഡസൻസ് ഓഫ് ഡ്യൂട്ടീസ് അണ്ടർ ദി 3 ഹെഡിങ്സ്. ഓരോ ഡ്യൂട്ടീസ് ആണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഒന്നാമതാണ് ഡ്യൂട്ടീസ് ടു ഗോഡ്. തിയറിറ്റിക്കൽ ഡ്യൂട്ടി ടു നോ എക്സിസ്റ്റൻസ് ഓഫ് നാച്ചർ ഓഫ് ഗോഡ്. ഇവിടെ നമ്മൾ എന്താണ്, ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ളതിൻ്റെ എക്സിസ്റ്റൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡ്യൂട്ടി ഓരോ വ്യക്തികളും വരുന്നുണ്ട്. അത് അവരെന്ത് ചെയ്യണം, അതിനുള്ള ഒരു ഉത്തരം അവർ കണ്ടെത്തണം. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ഡ്യൂട്ടി ടു ബോത്ത് ഇൻവേർഡ്ലി ആൻഡ് ഔട്ട്വേർഡ്ലി വേർഷിപ്പ് ടു ഗോഡ്. ഇവിടെ എന്താണ്, മറ്റൊന്ന് ഗോഡുമായി ബന്ധപ്പെട്ട വേർഷിപ്പുമായി ബന്ധപ്പെട്ടാണ് മറ്റൊരു ഡ്യൂട്ടി വരുന്നത്. നെക്സ്റ്റ് ആണ് ഡ്യൂട്ടി ടുവേർഡ്സ് വൺ സെൽഫ്. ഓരോരുത്തരുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടീസ് വരുന്നത്. ഡ്യൂട്ടീസ് ഓഫ് സോൾ വിച്ച് ഇൻവോൾവ് ഡെവലപ്പിംഗ് വൺസ് സ്കിൽ ആൻഡ് ടാലൻറ്റ്. ഇവിടെ ഓരോ വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്കിൽസും ടാലൻറ്റുകളും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ വ്യക്തികളുടെ ഡ്യൂട്ടിയായി വരുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് ആണ് duties of the body which involve the harming our body as we might through greediness or drunkenness and not killing oneself. ബോഡിയുമായി ബന്ധപ്പെട്ട, ഫിസിക്കൽ ബോഡിയുമായി ബന്ധപ്പെട്ട് ഹാംഫുൾ ആയിട്ടുള്ള ഒന്നും എന്ത് ചെയ്യരുത്, ബോഡിക്ക് ചെയ്യാൻ പാടില്ല. ഡ്രങ്കഡ്നെസ്, അതുപോലെ തന്നെ കില്ലിങ് ഓൺ സെൽഫ് പോലെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, നമ്മൾ ഒരു വ്യക്തിയുടെ ബോഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡ്യൂട്ടിയാണ്. ഡ്യൂട്ടീസ് ടുവേർഡ്സ് അതേഴ്സ്, അവോയ്ഡ് റോങ്ങിങ് അതേഴ്സ്, ട്രീറ്റ് പീപ്പിൾ ആസ് ഈക്വൽ, പ്രൊമോട്ട് ദ ഗുഡ്സ് ഓഫ് അതേഴ്സ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മറ്റുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് വരുന്ന ഡ്യൂട്ടീസ്. ഇനി അടുത്ത് പറയുന്നതാണ് ബിസിനസ് എത്തിക്സ്. ബിസിനസ് എത്തിക്സ് ഈസ് നത്തിങ് ബട്ട് ദ അപ്ലിക്കേഷൻ ഓഫ് എത്തിക്സ് ഇൻ ബിസിനസ്. നമ്മൾ പറയുന്ന എത്തിക്സ് എന്ന് പറയുന്നത് എന്താണ്, ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുന്നതിനെയാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. ബിസിനസ് എത്തിക്സ് ഈസ് ദ അപ്ലിക്കേഷൻ ഓഫ് ജനറൽ എത്തിക്സ് ഐഡിയ ടു ബിസിനസ് ബിഹേവിയർ. ഇവിടെ എന്താണ്, ബിസിനസ്സിൻ്റെ ബിഹേവിയർ തന്നെ മാറ്റം വരുത്തുന്ന തരത്തിൽ എത്തിക്സുകൾ ബിസിനസ്സിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്തിക്കൽ ബിഹേവിയർ ഫെസിലിറ്റേറ്റ് ആൻഡ് പ്രൊമോട്ട് ഗുഡ് ടു സൊസൈറ്റി. സൊസൈറ്റിക്ക് ഉപകാരം കിട്ടുന്ന രൂപത്തിലാണ് ഇവിടെ ബിസിനസ് എത്തിക്സ് ഫോം ചെയ്തിട്ടുള്ളത്. ടു ഇംപ്രൂവ് പ്രോഫിറ്റബിലിറ്റി ഫോസ്റ്റേഴ്സ് ബിസിനസ് റിലേഷൻസ് ആൻഡ് എംപ്ലോയീസ് പ്രൊഡക്ടിവിറ്റി. പ്രോഫിറ്റബിലിറ്റി കൂടുന്നുണ്ട്, അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ റിലേഷൻഷിപ്പ് വർദ്ധിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റിയും ഇതിലൂടെ വർദ്ധിക്കുന്നുണ്ട്. The concept of business ethics has to come to mean various things to various people, but generally it coming to know what is right or wrong in the workplace and doing what is right. ഇവിടെ വർക്ക് പ്ലേസിൽ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളിൽ എന്തെല്ലാമാണ് റൈറ്റ്, എന്തെല്ലാമാണ് റോങ് എന്നുള്ളത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഡെഫിനേഷൻ പറയുന്നുണ്ട് ആൻഡ്രോ ക്രെയിൻ പറയുന്നത്, ബിസിനസ് എത്തിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് ബിസിനസ് സിറ്റുവേഷൻസ്, ആക്ടിവിറ്റീസ് ആൻഡ് ഡിസിഷൻസ് വേർ ഇഷ്യൂസ് ഓഫ് റൈറ്റ് ആൻഡ് റോങ് ആർ അഡ്രസ്ഡ്. ഇവിടെ നമ്മൾ ബിസിനസ്സിൽ നടത്തുന്ന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഡിസിഷൻസ് ഇതിലുണ്ടാവുന്നതിൽ റൈറ്റും റോങ്ങും അഡ്രസ്സ് ചെയ്യുന്ന ഒരു സ്റ്റഡിയാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇനി നെക്സ്റ്റ് പറയുന്നത്. ബിസിനസ് എത്തിക്സ് ആർ പ്രിൻസിപ്പിൾസ് വിച്ച് ഗവേൺ ആൻഡ് ഗൈഡ് ബിസിനസ് പീപ്പിൾ ടു പെർഫോം ബിസിനസ് ഫങ്ഷൻ ആൻഡ് ഇൻ ദാറ്റ് സെൻസ് ഓഫ് ബിസിനസ് എത്തിക്സ് ഈസ് ഡിസിപ്ലിൻ. ഇവിടെ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് ഒരുപാട് പ്രിൻസിപ്പിൾസ് ആണ്. ഈ പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തിട്ടാണ് ഓരോ ബിസിനസ്സിനെയും ഗവേൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ഗൈഡ് ചെയ്യുന്നത്. എന്തിന്, ടു പെർഫോം ബിസിനസ് ഫങ്ഷൻ, ബിസിനസ്സിൻ്റെ ഫങ്ഷൻസ് നല്ല രൂപത്തിൽ പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് കൺസിഡേർഡ് ബോത്ത് ആസ് എ സയൻസ് ആൻഡ് ആർട്ട്. ഇതെന്താണ്, ഒരു സയൻസുമാണ് അതുപോലെ ആർട്ടുമാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇറ്റ് കണ്ടിന്യൂസ്ലി ടെസ്റ്റ് ദ റൂൾ ആൻഡ് മൊറൽ സ്റ്റാൻഡേർഡ് ആൻഡ് ഡൈനാമിക് ഇൻ നേച്ചർ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റൂൾസും മൊറൽ സ്റ്റാൻഡേർഡും എല്ലാം എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് ടെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ തിയോളജിക്കൽ പ്രിൻസിപ്പിൾസ് സച്ച് ആസ് സിൻസിയറിറ്റി, ഹ്യൂമൻ വെൽഫെയർ, സർവീസ്, ഗുഡ് ബിഹേവിയർ പോലെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ബിസിനസ് എത്തിക്സ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ റിയാലിറ്റി ആൻഡ് സോഷ്യൽ
customs prevailing in business environment. ഇവിടെ റിയാലിറ്റിയും അതുപോലെ തന്നെ സോഷ്യൽ കസ്റ്റംസും എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇവിടെ ഒരു ബിസിനസ് എത്തിക്സ് ഫോം ചെയ്യുന്നത്. It studies the activities, decisions and behavior which are related to the human being. ഈ സ്റ്റഡീസ് എല്ലാം നടത്തുന്നത് എന്താണ്, ഈ ഒരു ആക്ടിവിറ്റീസ് ഹ്യൂമൻ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ സ്റ്റഡീസ് നടക്കുന്നത്. It has universal application because business exists all over the world. ഈ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ആണ്. കാരണം എല്ലായിടത്തും ഒരേ രൂപത്തിലാണ് മാൻ പവർ ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യുന്നത്. Many of the ethical principles develop in personal dignity. Personal dignity കൊണ്ടാണ് ചില പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്യുന്നത്. അതനുസരിച്ച് മാറ്റങ്ങൾ വരും. ബിസിനസ് എത്തിക്സ് കീപ്സ് ഹാർമണി ബിറ്റ്വീൻ ഡിഫറെൻറ്റ് റോൾസ് ഓഫ് ബിസിനസ്മാൻ. വ്യത്യസ്ത റോളിലുള്ള ബിസിനസ്മാൻമാർ ഉപയോഗിക്കുന്ന ഹാർമണി, അതുപോലെ വിത്ത് എവറി സിറ്റിസൺ ആൻഡ് കസ്റ്റമർ, ഓണർ ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. ഇങ്ങനെ എന്താണ് ഇവിടെ ഹാർമണി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അടുത്ത പോയിന്റാണ് സ്കോപ്പ് ഓഫ് ബിസിനസ് എത്തിക്സ്. ബിസിനസ് എത്തിക്സിൻ്റെ സ്കോപ്പ് എന്തൊക്കെയാണ്? എത്തിക്സ് ഇൻ കൺഫോമിറ്റി. Organization that value high ethics comply with the laws not only in a letter but go beyond the what is stipulated or expected to them. ഇവിടെ ഒരു ഓർഗനൈസേഷൻ്റെ ഹൈ എത്തിക്സ് ഉണ്ടാവുന്ന സമയത്ത് ലോ മാത്രമല്ല ഇവിടെ നോക്കുന്നത്, എത്തിക്സ് കൂടി നോക്കിയിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഓരോ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. എത്തിക്സ് ഇൻ ഫിനാൻസ്. In accounting, the main ethical issues are window dressing and misleading financial analysis. വിൻഡോ ഡ്രസ്സിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിസിനസ് ഏറ്റവും വീക്കായ അവസ്ഥയാണ് എന്നുണ്ടെങ്കിലും അത് പുറത്തുള്ള ജനങ്ങളെ, ഷെയർ ഹോൾഡേഴ്സിനെ ഒന്നും കാണിക്കാതെ ബാലൻസ് ഷീറ്റും അതുപോലെയുള്ള എക്സ്പ്രസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ത് ചെയ്യുക, മാറ്റങ്ങൾ വരുത്തിയിട്ട് തെറ്റായ ഡാറ്റകൾ ഫിഗേഴ്സ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നല്ല രൂപത്തിലാക്കി ബിസിനസ് പ്രോഫിറ്റബിൾ ആണ് എന്ന് തോന്നിക്കുന്ന തരത്തിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന ആ ഒരു പ്രവർത്തനത്തെയാണ് വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വിൻഡോ ഡ്രസ്സിങ്ങും അതുപോലെ മിസ്ലീഡിങ് ഫിനാൻഷ്യൽ അനാലിസിസ്, തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ഫിനാൻഷ്യൽ അനാലിസിസും ഒക്കെ ഉണ്ടാകും. അങ്ങനെയുള്ളതെല്ലാം ഇതിലൂടെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ബ്രൈബറി, കിക്ക് ബാക്ക് ഓവർ ബില്ലിംഗ് ഓഫ് എക്സ്പെൻസ്, തെറ്റായ തരത്തിലുള്ള ട്രാൻസാക്ഷൻസ്, ഫെസിലിറ്റേഷൻസ് ഓഫ് പേയ്മെൻറ്റ്, ഫേക്ക് റീഇംബേഴ്സ്മെൻറ്റ്, റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ നോട്ട് അറ്റ് arm length, insider trading, security fraud, leading to manipulation of the financial market. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ബിസിനസ്സിൽ ഉണ്ടാകുന്ന സമയത്ത് അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, എത്തിക്സിലൂടെ ഇതിനെ പരിഹരിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അടുത്തതാണ് എത്തിക്സ് ഇൻ ഹ്യൂമൻ റിസോഴ്സസ്. ഡിസ്ക്രിമിനേഷൻ ഇഷ്യൂസ്, എംപ്ലോയീസിനിടയിലുള്ള വിവേചനം, സെക്ഷൽ ഹറാസ്മെൻറ്റ്, ഇഷ്യൂ അഡ്ജേണിങ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് democratization of workplace, issue affected the price of the employees such as workplace surveillance and drug testing, issue affecting the privacy of the employer namely whistleblowing, occupation safety health. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഹ്യൂമൻ റിസോഴ്സസുമായി ബന്ധപ്പെട്ട് അവർക്ക് വിവേചനങ്ങളോ മറ്റുള്ള തരത്തിലുള്ള പീഡനങ്ങളോ മറ്റുള്ള എംപ്ലോയീസുമായി ബന്ധപ്പെട്ടുള്ള മനുഷ്യത്വപരമല്ലാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ ജനാധിപത്യപരമല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ വിസിൽ ബ്ലോയിങ് അഥവാ സ്ഥാപനത്തിനുള്ളിലുള്ള മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ സ്ഥാപനത്തിലുണ്ടാകുന്ന ഫ്രോഡുകൾ മറ്റുള്ള ജനങ്ങളെയോ അല്ലെങ്കിൽ സുപ്പീരിയർ അതോറിറ്റിയെ അറിയിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് വിസിൽ ബ്ലോയിങ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സമയത്തുണ്ടാകുന്ന പ്രൈവസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിക്സിലൂടെ പരിഹരിക്കാവുന്നതാണ്. എത്തിക്സ് ഇൻ മാർക്കറ്റിംഗ്, പ്രൈസിങ്, പ്രൈസ് ഫിക്സിംഗ്, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, പ്രൈസ് സ്കിമ്മിങ് പോലെയുള്ള കാര്യങ്ങളൊക്കെ എത്തിക്സിലൂടെ പരിഹരിക്കാം. എന്താണ് പ്രൈസിൽ വരുന്ന മാറ്റങ്ങളും പറ്റിക്കുന്ന അവസ്ഥകൾ, പ്രൈസ് ഫിക്സിങ്ങുമായി ബന്ധപ്പെട്ട ഡിസ്ക്രിമിനേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ആൻറ്റി കോമ്പറ്റേറ്റീവ് പ്രാക്ടീസ് ലൈക്ക് മാനിപ്പുലേഷൻ ഓഫ് സപ്ലൈ, എക്സ്ക്ലൂസീവ് ഡീലിംഗ് അറേഞ്ച്മെൻറ്റ്, ടൈപ്പിംഗ് അറേഞ്ച്മെൻറ്റ് എക്സെട്ര. ഇവിടെ എന്താണ് കോമ്പറ്റേറ്റീവ് പ്രാക്ടീസ്, സാധാരണ മാനിപ്പുലേഷൻ ഓഫ് സപ്ലൈ, എക്സ്ക്ലൂസീവ് ഡീലിംഗ് അറേഞ്ച്മെൻറ്റ്, മാർക്കറ്റിൽ ഉണ്ടാവുന്ന പൂഴ്ത്തിവെക്കൽ പോലെയുള്ള കാര്യങ്ങൾ, സാധാരണ ഹെൽത്തി കോമ്പറ്റീഷൻ അല്ലാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ എന്താണ് എത്തിക്സ് ഇൻ മാർക്കറ്റിൽ
സംഭവിക്കുന്നതാണ്. അത് എത്തിക്സിലൂടെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റ്, ചിൽഡ്രൻ ആൻഡ് മാർക്കറ്റിംഗ്, ബ്ലാക്ക് മാർക്കറ്റ് ആൻഡ് ഗ്രേ മാർക്കറ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ എത്തിക്സിലൂടെ പരിഹരിക്കാൻ വേണ്ടി സാധിക്കും. എത്തിക്സ് ഓഫ് പ്രൊഡക്ഷനിൽ നമുക്ക് എന്തെല്ലാം എത്തിക്സുകളാണ് കൊണ്ടുവരാൻ സാധിക്കുക? ഡിഫക്റ്റീവ് ആൻഡ് അഡിക്റ്റീവ്, ഇൻഹെറൻ്റ്ലി ഡേഞ്ചറസ് പ്രൊഡക്റ്റ്. മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഡിഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ പോലെയുള്ളതൊക്കെ എത്തിക്സ് ഫോളോ ചെയ്യാത്തത് കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ്. എത്തിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കമ്പനി ആൻഡ് എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡ് പൊല്യൂഷൻ എൻവയോൺമെൻറ്റ് എത്തിക്സ് ആൻഡ് കാർബൺ എമിഷൻ ട്രേഡിങ്. ഇവിടെ നമുക്ക് സൊസൈറ്റിക്ക് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിന് ദോഷം വരുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ കമ്പനിയുടെ ഭാഗത്തുണ്ടാകുന്ന സമയത്ത് എത്തിക്സുകൾ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഒഴിവാക്കാൻ കമ്പനികൾക്ക് സാധിക്കുന്നുണ്ട്. എത്തിക്കൽ പ്രോബ്ലം അറൈസിങ് ഔട്ട് ഓഫ് ന്യൂ ടെക്നോളജി ഓർ എക്സാമ്പിൾ ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ്. പുതിയ ഹാംഫുൾ ആയിട്ടുള്ള ജനറ്റിക്കുകളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് അതിൽ നിന്നുണ്ടാകുന്ന പ്രൊഡക്റ്റുകൾ മനുഷ്യന് തന്നെ ദോഷം ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളത് എത്തിക്സ് ഫോം ചെയ്യുന്നതിലൂടെ ഒഴിവാക്കാൻ സാധിക്കും. പ്രൊഡക്റ്റ് ടെസ്റ്റിംഗ് എത്തിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എത്തിക്സ് ഓഫ് പ്രൊഡക്ഷനിൽ വരുന്നത്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബിസിനസ് എത്തിക്സ്. ബിസിനസ് എത്തിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പോയിന്റുകൾ ഏതൊക്കെയാണ്? ഒന്ന്, പേഴ്സണൽ കോഡ് ഓഫ് എത്തിക്സ്. മാൻസ് പേഴ്സണൽ കോഡ് ഓഫ് എത്തിക്സ് വാട്ട് വി കൺസിഡർ എ മൊറൽ ഈസ് ദ പ്രൈമറി റെസ്പോൺസിബിൾ ഫാക്ടർ ഇൻഫ്ലുവൻസിങ് ഹിസ് ബിഹേവിയർ. ഒരു വ്യക്തികളുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ വ്യക്തികളുടെ കോഡ് ഓഫ് എത്തിക്സ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ബിസിനസ് എത്തിക്സിനെ ബാധിക്കുന്നുണ്ട്. ലെജിസ്ലേഷൻ, ഗവൺമെൻറ് ഫോം ചെയ്യുന്ന ഗവൺമെൻറ് റൂൾസുകൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും. അതനുസരിച്ചാണ് ഒരു ബിസിനസ് എത്തിക്സ് നമ്മൾ ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, നിയമ സംഹിതകൾ, ഗവൺമെൻറ്റിൻ്റെ ലോകൾ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. എത്തിക്കൽ കോഡ് ഓഫ് കമ്പനിയുമായി ബന്ധപ്പെട്ട എത്തിക്കൽ കോഡുകൾ, കമ്പനിയുടെ സ്ഥാപിത ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആ ലക്ഷ്യങ്ങൾക്ക് വിപരീതമാവുമ്പോഴാണ് അൺഎത്തിക്കലായി മാറുന്നത്. കമ്പനിയുടെ റെപ്യൂട്ടേഷന്, പബ്ലിക് ഇമേജ്, ഗുഡ് വിൽ ഇതെല്ലാം സംരക്ഷിക്കുന്ന തരത്തിലായിരിക്കണം എത്തിക്സ് ഫോം ചെയ്യേണ്ടത്. സോഷ്യൽ പ്രഷർ, സാമൂഹിക തരത്തിലുള്ള ഇൻഫ്ലുവൻസുകൾ ഉണ്ടാവാറുണ്ട്. ആ ഇൻഫ്ലുവൻസ് ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ എത്തിക്സ് ഫോം ചെയ്യുന്നത്. എത്തിക്കൽ ക്ലൈമറ്റ് ഓഫ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് എന്താണ് എത്തിക്കൽ ക്ലൈമറ്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്തെല്ലാം കാര്യങ്ങളാണ് ഇൻഡസ്ട്രി മെച്ചപ്പെടുത്താൻ വേണ്ടി ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. മറ്റൊന്നാണ് ബേസിക്സ് ഓഫ് ബിസിനസ് എത്തിക്സ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഹോണസ്റ്റി, അതുപോലെ തന്നെ ഇൻറ്റഗ്രിറ്റി, പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൊപ്പോർഷനാലിറ്റി, നോൺ കോപ്പറേറ്റീവ് ഓൺ എവിൽസ്, കോപ്പറേഷൻ വിത്ത് അതേഴ്സ്, കമ്മിറ്റ്മെൻറ്റ് ടു എക്സലൻസ്, ലീഡർഷിപ്പ്, യൂണിവേഴ്സൽ വാല്യൂ, ഹ്യൂമൻ ഡിഗ്നിറ്റി, നോൺ വയലൻസ്. ഈ പോയിന്റുകളാണ് നമ്മൾ ഇവിടെ ബിസിനസ് എത്തിക്സുമായി ബന്ധപ്പെട്ട് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് പറയുന്നത്. ആർഗ്യുമെൻറ്റ് സപ്പോർട്ടിംഗ് ബിസിനസ് എത്തിക്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സുകൾ എന്തൊക്കെയാണ്? എത്തിക്സ് അപ്ലൈഡ് ഇൻ ഓൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. എല്ലാ ഹ്യൂമൻ ആക്ടിവിറ്റീസിലും നമുക്ക് എത്തിക്സ് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. ബിസിനസ് കനോട്ട് സർവൈവ് വിത്തൗട്ട് എത്തിക്സ്. എത്തിക്സ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും ബിസിനസ് സർവൈവ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. എത്തിക്സ് ഈസ് കൺസിസ്റ്റൻറ്റ് വിത്ത് പ്രോഫിറ്റ് സീക്കിംഗ്. പ്രോഫിറ്റ് നമുക്ക് എത്തിക്സ് ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ നമുക്ക് പ്രോഫിറ്റ് നേടാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. കസ്റ്റമേഴ്സ്, എംപ്ലോയീസ് ആൻഡ് ഓൾ പീപ്പിൾ ഇൻ ജനറൽ കെയർ അബൌട്ട് എത്തിക്സ്. ഈ എത്തിക്സ് ഫോളോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ തരത്തിലുള്ള ആളുകളെയും നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. സ്റ്റഡീസ് സജസ്റ്റ് എത്തിക്സ് ഡസ് നോട്ട് ഡിട്രാക്ട് ഫ്രം പ്രോഫിറ്റ് ആൻഡ് സീം ടു കോൺട്രിബ്യൂട്ട് ടു പ്രോഫിറ്റ്. ഇവിടെ നമുക്ക് ഒരു ബിസിനസ്സിന് സ്റ്റഡീസ് സജസ്റ്റ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് പ്രോഫിറ്റ് നഷ്ടപ്പെടുത്താതെ തന്നെ നമുക്ക് എത്തിക്സ് ഫോളോ ചെയ്തുകൊണ്ട് കൂടുതൽ കോൺട്രിബ്യൂഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ടു മീറ്റ് ഡിമാൻഡ് ഓഫ് ബിസിനസ് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഡിമാൻഡ് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. എൻഹാൻസ് ബിസിനസ്സിൻ്റെ പെർഫോമൻസ് നമുക്കിവിടെ കൂട്ടാൻ സാധിക്കും. ടു പ്രൊമോട്ട് പേഴ്സണൽ മൊറാലിറ്റി ഇതിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ആർഗ്യുമെൻറ്റ്സ് അഗെയിൻസ്റ്റ് ബിസിനസ് എത്തിക്സ്. ഈ ബിസിനസ് എത്തിക്സിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് എന്താണ്? ഫസ്റ്റ് പോയിന്റ്, ഇൻ എ ഫ്രീ മാർക്കറ്റ് എക്കോണമി pursuit of profit will ensure maximum social benefit, so business ethics is not needed. ഇവിടെ സോഷ്യൽ ബെനിഫിറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ബിസിനസ് എത്തിക്സിൻ്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്
ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. എ മാനേജർ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒബ്ലിഗേഷൻ ഈസ് ലോയൽറ്റി ടു ദ കമ്പനി റിഗാർഡ്ലെസ് ഓഫ് ദി എത്തിക്സ്. ഇവിടെ എന്താണ് ഒരു ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത്, സ്ഥാപനത്തിൽ മാനേജേഴ്സിൻ്റെ ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് ലോയൽറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. അതുണ്ടെങ്കിൽ നമുക്കിവിടെ എത്തിക്സിൻ്റെ ആവശ്യം വരുന്നില്ല. സോ ലോങ് ആസ് എ കമ്പനീസ് ഒബേ ദ ലോ ദേ വിൽ ഡു ഓൾ ദാറ്റ് എത്തിക്സ് റിക്വേർഡ്. എല്ലാ കമ്പനികളും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ റൂൾസും റെഗുലേഷൻസും ഒബേ ചെയ്യുന്നത് കൊണ്ട് എത്തിക്സിൻ്റെ ആവശ്യം വരുന്നില്ല. ആൻ എത്തിക്കൽ കമ്പനി കനോട്ട് ബി കോമ്പറ്റീറ്റീവ് ആൻഡ് വയബിൾ. എത്തിക്കലായിട്ടുള്ള കമ്പനികൾ ചിലപ്പം കോമ്പറ്റീറ്റീവ് ആവാനോ വയബിൾ ആവാനോ സാധിച്ചോളണമെന്നില്ല. എംപ്ലോയീസ് ആസ് എ ലോയൽ ഏജൻറ്റ് ഒബ്ലിഗേറ്റഡ് ടു സെർവ് ദെയർ ടു അഡ്വാൻസ് ദ എംപ്ലോയർ സെൽഫ് ഇൻട്രസ്റ്റ്. ഇവിടെ എംപ്ലോയറുടെ സെൽഫ് ഇൻട്രസ്റ്റ് പ്രകാരമായിരിക്കും സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എത്തിക്സിൻ്റെ ആവശ്യം വരുന്നില്ല. അടുത്തതാണ് ഗ്ലോബലൈസേഷൻ ഓഫ് ബിസിനസ് എത്തിക്സ്. ബിസിനസ് എത്തിക്സ് ഓർ കോർപ്പറേറ്റ് എത്തിക്സ് ഈസ് എ form of applied ethics or professional ethics that examine the ethical principles and moral or ethical problems that arises business environment. Globalization refers to the growing interdependence of countries resulting from the increasing business on integration of trade, finance, people and ideas in one global market. ഗ്ലോബലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു രാജ്യത്തുള്ള കമ്പനികൾ എല്ലാ രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് ഗ്ലോബലൈസേഷനോട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് എത്തിക്സും എന്ത് ചെയ്യുന്നുണ്ട്, വ്യാപിക്കുന്നുണ്ട്. എത്തിക്സ് ഇമ്പാക്റ്റ് ഓൺ ഗ്ലോബലൈസേഷൻ. ഇവിടെ എത്തിക്സ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഗ്ലോബലൈസേഷനിൽ എങ്ങനെയാണ് ഇമ്പാക്റ്റ് ഉണ്ടാവുന്നത്. ഒന്ന് ഷെയർ ഹോൾഡേഴ്സാണ്. ഗ്ലോബലൈസേഷൻ പ്രൊവൈഡ് പൊട്ടൻഷ്യൽ ഫോർ ഗ്രേറ്റർ പ്രോഫിറ്റബിലിറ്റി ആൻഡ് ബട്ട് ഓൾസോ ഗ്രേറ്റർ റിസ്ക്. ഗ്ലോബലൈസേഷൻ കൊണ്ടുവരുമ്പോൾ പ്രോഫിറ്റ് കൂടുന്നുണ്ട്, അതുപോലെ തന്നെ റിസ്ക്കും കൂടുന്നുണ്ട്. മറ്റൊന്ന് എംപ്ലോയീസ്. എംപ്ലോയീസ് ആകുമ്പോൾ ദിസ് പ്രൊവൈഡ് ജോബ് ബട്ട് ആൾസോ റൈസ് ദ പൊട്ടൻഷ്യൽസ് ഫോർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് എംപ്ലോയീസ് ത്രൂ ദ പുവർ വർക്കിംഗ് കണ്ടീഷൻ. എംപ്ലോയീസിന് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അതിനിടയിൽ എന്താണ് എംപ്ലോയീസിനെ ചൂഷണം ചെയ്യുന്ന തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങളും പുവർ വർക്കിംഗ് കണ്ടീഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഗ്ലോബൽ മാർക്കറ്റ് പ്രൊവൈഡ് സോഷ്യൽ ബെനിഫിറ്റ് ടു കസ്റ്റമേഴ്സ് അക്രോസ് ദ ഗ്ലോബൽ ബട്ട് മേ ആൾസോ മീറ്റ് ദ പ്രൊട്ടസ്റ്റ് അബൌട്ട് കൾച്ചറൽ ഇമ്പീരിയലിസം ആൻഡ് വെസ്റ്റേണൈസേഷൻസ്. ഇവിടെ പുതിയ പ്രൊഡക്റ്റുകൾ കസ്റ്റമേഴ്സിന് ബെനിഫിറ്റ് ഉണ്ടാകുന്ന തരത്തിൽ കൺസ്യൂമേഴ്സിന് ലഭിക്കുന്നുണ്ടെങ്കിലും അവരുടെ കൾച്ചറിലെ മാറ്റങ്ങൾ വരാൻ ഇതിലൂടെ സാധ്യതയുണ്ട്. സപ്ലയേഴ്സ് ആൻഡ് കോമ്പറ്റീറ്റേഴ്സ്. സപ്ലയേഴ്സ് ഇൻ ഡെവലപ്പിംഗ് ദ കൺട്രീസ് ഫേസ് റെഗുലേഷൻ ഫ്രം ദി MNC ത്രൂ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. ഇവിടെ സപ്ലയേഴ്സും കോമ്പറ്റീറ്റേഴ്സും ഇവിടെ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തേക്ക് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ റെഗുലേഷൻസും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഫോളോ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ MNCകളുടെ റെഗുലേഷൻസും എന്ത് ചെയ്യും, നമ്മുടെ രാജ്യത്തേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. മറ്റൊന്നാണ് സിവിൽ സൊസൈറ്റി, പ്രഷർ ഗ്രൂപ്പ്സ്, NGO എക്സെട്ര. ഗ്ലോബലി ആക്റ്റീവ് പ്രഷർ ഗ്രൂപ്പ്സ് എമേർജ് വിത്ത് എയിം ടു പോളീസ് ദ കോർപ്പറേഷൻ ഇൻ കൺട്രീസ് വെർ ഗവൺമെൻറ് ആൻഡ് വീക്ക് ആൻഡ് ടോളറൻറ്റ്. ഇവിടെ സിവിൽ സൊസൈറ്റീസ് അഥവാ പ്രഷർ ഗ്രൂപ്പ്സ്, NGOs പോലെയുള്ള സ്ഥാപനത്തെ അല്ലെങ്കിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയെ കൺട്രോൾ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. ഗവൺമെൻറ് ആൻഡ് റെഗുലേഷൻസ്. ഗ്ലോബലൈസേഷൻ വീക്കൻ ഗവൺമെൻറ് ആൻഡ് ഇൻക്രീസ് ദ കോർപ്പറേറ്റ് റെഗുലേഷൻസ് ഫോർ ജോബ് വെൽഫെയർ മെയിൻ്റെനൻസ് ഓഫ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്. ഇവിടെ ഗ്ലോബലൈസേഷൻ വരുന്നതോടുകൂടി ഗവൺമെൻറ് വീക്കാവും. അതുപോലെ തന്നെ അതേസമയം കോർപ്പറേറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ ശക്തി ഉണ്ടാവുന്ന സിറ്റുവേഷനാണ് ഉണ്ടാവാറുള്ളത്. ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.